അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇവിടെ പ്രകടിപ്പിച്ച ഹൃദയവികാരത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. VS എന്ന ദ്വയാക്ഷരത്തിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ രംഗത്ത് നിറശോഭയോടെ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ്. അസമത്വങ്ങൾക്കും അനീതിക്കുമെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം. വിപ്ലവ സമരങ്ങൾക്ക് കർമ്മഭൂമിയായ ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ നിന്ന് പ്രയാണം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ജനസേവനത്തിൻ്റെ ഭാഗമായി മാറ്റുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ ഏറെ പ്രശോഭിക്കാൻ കഴിഞ്ഞതും ആ അനുഭവ സമ്പത്തിൻ്റെ പേരിലാണ്. 17-ാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കടന്നു വന്ന് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം. 1946-ൽ SRCPയുടെ കിരാത ഭരണകൂടത്തിനെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി VS അറസ്റ്റ് ചെയ്യപ്പെടുകയും വർഷങ്ങളോളം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പാതയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ഓരോ പ്രവർത്തനങ്ങളും കർമ്മനിരതമായ തീരുമാനങ്ങളുമെല്ലാം അത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലെ ഒരു അമൂല്യമായ നിധിയായി സൂക്ഷിക്കപ്പെടും എന്നത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് നടത്തിയിട്ടുള്ള ആ യാത്ര തന്നെ ജനഹൃദയങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമായി കാണിക്കാൻ കഴിയും. ഒരു ഭരണാധികാരി, രാഷ്ട്രീയ നേതാവ്, അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള നിരന്തരമായൊരു സമരത്തിൻ്റെ ഭാഗമായി മാറിയ VSൻ്റെ ദേഹവിയോഗം തീർച്ചയായും അതിന് ഒരു മുഖവുര, ആ നഷ്ടത്തിന് എത്രയേറെ കനച്ചതാണെന്നതിനെക്കുറിച്ച് വാക്കുകളിൽ കൂടി രേഖപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിക്കുകയാണ്.